ഇവിടുത്തുകാർ പോയി നേരിട്ട് കണ്ടതൊന്നും ഒരിക്കലും പുറത്തറിഞ്ഞു. ഇവിടുന്ന് ഒരുപാട് പേര് ഓരോ പണിക്കായിട്ടും പലരും അവിടെ പോയിട്ട് ഈ നേരിട്ട് പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിത് പുറം ലോകത്തോട് പറഞ്ഞാൽ ആരും ഇതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തമിഴ്നാടിൻ്റെ ആധിപത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ നേരെയല്ല അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇതിനെ വ്യാഖ്യാനിച്ച് വേറെ രീതിയിലാക്കുവാണ്. തമിഴ്നാട്ടിലെ ഒരു 5 ജില്ല ഈ വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് സാധാരണക്കാർ ജീവിക്കുന്നത്. അവർക്ക് ഇതിനെപ്പറ്റി ഈ ഡാം പൊട്ടിപ്പോയാൽ വെള്ളം കിട്ടത്തില്ല എന്ന് അവർക്ക് അറിയത്തില്ല. ഇടുക്കി ജില്ല തമിഴ്നാടിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പുഷ്പം പോലെ ഡാം കിട്ടി അവർ ചെയ്തിട്ടു. നമ്മുടെ സർക്കാർ ആയതുകൊണ്ട് ചെയ്യുന്നില്ല. ഇതിനെ രണ്ടുപേർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ പാർട്ടിവൽക്കരിക്കുക, രാഷ്ട്രീയവൽക്കരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പലർക്കും താല്പര്യമില്ല. കാരണം നമ്മൾ ഇറങ്ങുന്ന വെറുതെ ആവുക. അന്നത്തെ കാലത്ത് പല വീട്ടിലും കഞ്ഞിയോ ഇതോ മേടിക്കാൻ മേലാത്ത സാഹചര്യമാണ്. ഇവിടുന്ന് മെനക്കെട്ട് പോവുക, മഴ നനഞ്ഞ് നടക്കാവുക, എന്തൊക്കെ രാത്രിയും പകലും സമരമാണ്. എന്നിട്ട് എന്തെങ്കിലും നടന്നു. ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഈ തീരപ്രദേശത്തുള്ള ഒരു നിശ്ചിത സമയം കൊണ്ട് മുഴുവൻ പോകും. നമുക്കിത് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ ജീവിച്ചിരിക്കേണ്ട കേസ് കിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒരു ചത്തുപോയി നമ്മുടെ കയ്യോ കാലം ഒടിഞ്ഞു നമ്മുടെ കുടുംബക്കാരും അങ്ങനല്ല, മൊത്തത്തോടെ അങ്ങ് പോകത്തുള്ളൂ. ഈ ഭീതിപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേനും പലരും പല രീതിയിൽ, അതായത് ഇവിടെ ഇല്ലാത്തവർ പോലും പലരും പറയുന്നുണ്ട് ഡാം പൊട്ടത്തില്ല എന്ന് പറയും. പക്ഷേ ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന ആളാണ്. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന കാലം തൊട്ട് മുല്ലപ്പെരിയാറിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് പലതരത്തിലൂടെ കാണുന്നത് നേരിട്ട് പോയി. ഞാൻ മുല്ലപ്പെരിയാർ ഡാമിൽ പോയിട്ടുണ്ട്, ഡാമിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടുണ്ട്. ഡാമിലെ അപ്പുറം ബേബി ഡാം എന്ന് പറഞ്ഞ ഡാമിൻ്റെ വെള്ളമില്ലാത്ത സമയത്ത് അതിൻ്റെ അപ്പുറത്തെ ഗ്യാപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു കയ്യാലക്കെട്ട് കണ്ട പോലെ ജസ്റ്റ് കല്ലുകെട്ടായിട്ടിരിക്കുന്ന സീൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള. അതായത് അത് അറിയപ്പെടുന്ന എങ്ങനെയാണ്, ഓരോരുത്തർ പുതിയ ഇവിടുന്ന് ഓരോ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി വരുന്നവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതാണ് പുറം ലോകം അറിയുന്നത്. ഇവിടുത്തുകാർ പോയി നേരിട്ട് കണ്ടതൊന്നും ഒരിക്കലും പുറത്തറിഞ്ഞു. ഇവിടുന്ന് ഒരുപാട് പേര് ഓരോ പണിക്കായിട്ടും പലരും അവിടെ പോയിട്ട് ഈ നേരിട്ട് പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിത് പുറം ലോകത്തോട് പറഞ്ഞാൽ ആരും ഇതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റിപ്പോർട്ടുകളാണ് ഇത് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ വരെ പല ഇതിൻ്റെ ഫോട്ടോകളും വന്ന് ഇതിൻ്റെ സിമെൻറ്റ് അതെല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ ഇച്ചിരി ചില ആൾക്കാർ അതിനെ എഡിറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്. പക്ഷേ ഒറിജിനൽ ചില കാര്യങ്ങൾ പലർക്കും കാണാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലുള്ള സ്ഥലങ്ങൾ തമിഴ്നാട് സർക്കാർ അവിടെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള പോലീസ് സ്റ്റേഷനാണ് മുല്ലപ്പെരിയാറിലെന്ന് പറയുന്നത്. പക്ഷേ അവിടെ തമിഴ്നാടിൻ്റെ പോലീസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം 3-4 പേരുള്ളൂ. പക്ഷേ അവർ ആ 3-4 പേർക്കാണ് അവിടുത്തെ അധികാരം. ഇവർ ഈ 45 അല്ല 40 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 3-4 പേര് അവർ പറയുന്ന പോലെ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പോലീസിന് ചെയ്യാൻ പറ്റുള്ളൂ. അത്രമേൽ സ്ട്രിക്റ്റ് ആണ്. തമിഴ്നാടിൻ്റെ ആധിപത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ജലതർക്കം കൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ നിങ്ങളുടെ ഈ ഒരു നമ്മളെ പറയുന്നത് മുല്ലപ്പെരിയാർ കാരണമാണ് വെള്ളം തരത്തില്ല, മുല്ലപ്പെരിയാർ ഞങ്ങൾക്ക് വെള്ളം തരത്തില്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞാണ് അതായത് തമിഴ്നാടുമായിട്ട്. ഇപ്പോഴും നമ്മൾ ഇതേ പ്രശ്നം തന്നെയാണ് പാർലമെന്റിലടക്കം പലതവണ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ നേരെയല്ല അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇതിനെ വ്യാഖ്യാനിച്ച് വേറെ രീതിയിലാക്കുവാണ്. അതായത് ഇവിടെ ഇവിടുത്തെ ആദ്യകാലത്ത് സമരം തുടങ്ങിയ സമയത്ത് ഇവിടുത്തെ നാട്ടുകാർ പലരും, അതായത് ഇവിടെ ഒരു 90% ആൾക്കാർ കൂലിപ്പണിക്കാർ പോകുന്നവരാണ്. കുറച്ച് പേരെ ഉള്ളു പഠിച്ച് പുറത്ത് പോകുന്നത്. ഈ കൂലിപ്പണിക്കാർ പോകുന്നവരെല്ലാവരും സ്വന്തം പണി ഉപേക്ഷിച്ചിട്ടാണ് സമരപ്പന്തലിൽ വന്ന് നിരാഹാരം തൊട്ട് ഓരോ കാര്യങ്ങളും പലരും മാറി ഇന്നത്തെ ദിവസം ഞങ്ങളിരിക്കുന്നു, പലരും സമരമായിട്ട് എങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ജോലിക്ക് പോകാത്തതുകൊണ്ട് അവർക്ക് അന്നത്തെ ദിവസത്തേക്കുള്ള വരുമാനമില്ല. അപ്പോൾ ഇത് അത്യാവശ്യം ചാനലിൽ കൂടെ ക്ലിക്കായപ്പം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇത് അത്യാവശ്യം ക്ലിക്കാവുന്നതാണ്. അവരുടെ ഇതിനെ വേഗം കൂട്ടാൻ പറ്റുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ അവർ വന്ന് ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ മുന്നിലിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ മുന്നിലിരുന്ന് നിരാഹാര സത്യാഗ്രഹത്തിൻ്റെ കാര്യം പറയാം. ആദ്യത്തെ 2 ദിവസം 3 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിരാഹാര സത്യാഗ്രഹം ആളെ അറസ്റ്റ് ചെയ്ത് മാറ്റി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ് മാറ്റുകയാണ് ചെയ്യുന്നത്. നടക്കുന്നൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ കൂടെ ഇരിക്കുന്ന നാട്ടുകാരെ ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ ആരും കാണുന്നില്ല, ഒരു ചാനലിലും കാണുന്നില്ല. അപ്പോൾ അവർ അതുപോലെ തന്നെ ഇരിക്കുക. വന്ന നേതാക്കന്മാർ അവരുടെ ആ ഒരു വീഡിയോ ഇത് കഴിഞ്ഞിട്ട് പബ്ലിസിറ്റി കഴിഞ്ഞിട്ട് അവർ പോവുക. അവർ പിന്നെ മാറി വന്നിരിക്കുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം നേരിട്ടല്ല അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് ഇവിടെ സമരം നടന്ന കാലത്ത് ശബരിമല സീസൺ ടൈമിൽ വണ്ടിപ്പെരിയാർ KK റോഡ് വഴിയാണ് ശബരിമല വണ്ടി പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് അതായത് ഈ ഡാം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ രണ്ടാമത് ഒരിക്കലും റീബിൽഡ് ചെയ്യാൻ ഒരിക്കലും ആരും സമ്മതിക്കത്തില്ല, പറ്റത്തില്ലാത്ത കാര്യമാണ്, നടക്കത്തില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ ഡാം പൊട്ടിപ്പോയാൽ ഇത്ര ഏരിയ ഫുള്ള് തകർന്നു പോകും. എന്നുവെച്ചാൽ എറണാകുളം വരെ തകർന്നു പോകും. അതിൻ്റെ ഒരു കാര്യമുണ്ട്, അത് പറയാം. ഇപ്പോൾ പറയുന്നത് ഇതായി നമ്മുടെ തമിഴ്നാട്ടിൽ അയൽവക്ക സംസ്ഥാനം, ഞങ്ങളിപ്പോൾ എന്തൊരാവശ്യമുണ്ടെന്ന് തമിഴ്നാടാണ് പോകുന്നത്. തമിഴ്നാട്ടിലെ ഒരു 5 ജില്ല ഈ വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് സാധാരണക്കാർ ജീവിക്കുന്നത്. അവർക്ക് ഇതിനെപ്പറ്റി ഈ ഡാം പൊട്ടിപ്പോയാൽ വെള്ളം കിട്ടത്തില്ല എന്ന് അവർക്ക് അറിയത്തില്ല. അവിടുത്തെ രാഷ്ട്രീയക്കാർ മുല്ലപ്പെരിയാർ പുതിയ ഡാം കിട്ടി നമുക്ക് വെള്ളം തരത്തില്ലെന്നാണ് പറയുന്നത്, അവിടെ ഒരു കുഴപ്പമില്ലെന്നാണ് അവർക്ക് ആ സാധാരണക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം
അവർ ചെയ്യുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡാം തരത്തില്ല, നമുക്ക് സമരം ചെയ്യാം. ഇപ്പം നമ്മുടെ കേരളത്തിലെ വണ്ടി അവിടെ ചെന്ന ഈ സമരം നടന്ന സമയത്ത് വണ്ടി ഇവിടുത്തെ ഒരുപാട് പേർ വണ്ടികൾ കത്തിച്ചിട്ടുണ്ട്. അവിടെ കൃഷിയൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ട് പോയ ആൾക്കാരുടെ കൃഷി സഹിതം മുഴുവൻ കത്തിച്ച് അവരെ രായ്ക്ക് രാമായണം നാടുവിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഈ കമ്പം തേനി. പക്ഷേ അതേസമയം ഇവിടെ ഞങ്ങൾ അന്നത്തെ കാലത്ത് ശബരിമല സീസൺ പോകുമ്പോൾ ബസ്സുകളൊക്കെ നടന്നത് അത്യാവശ്യം തമിഴ് അറിയാവുന്ന ആൾക്കാരെല്ലാം അകത്ത് കയറി ഇന്നതാണ് സംഭവം, ഞങ്ങൾക്ക് പുതിയ ഡാം മാത്രമേ, നിങ്ങൾ പുതിയ ഡാം 160 അല്ലെങ്കിൽ ഇതിൻ്റെ താങ്ങാവുന്നതിൻ്റെ അപ്പുറം നിങ്ങൾ വെള്ളം കയറ്റിക്കോ, വെള്ളം മുഴുവൻ നിങ്ങൾ കൊണ്ടുപോകുമോ, ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം വേണ്ട. കാരണം നമുക്ക് മഴ പെയ്യുന്ന ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വെള്ളത്തിന് ഒരിക്കലും ക്ഷാമമില്ലാത്ത സ്ഥലമാണ് ഒരു കാരണവശാലും. അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ ഡാം കൊണ്ട് വേറെ നമ്മുടെ കേരളത്തിലുള്ള ഒരാൾക്കൊരു പ്രയോജനമില്ല. അപ്പോൾ പിന്നെ എന്തിനാ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലാത്ത, പക്ഷെ തമിഴ്നാടിന് വെള്ളം കൊടുക്കണം. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഡീകമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ വെള്ളം ഉപയോഗിച്ചോട്ടെ, പക്ഷേ ഡീകമ്മീഷൻ ചെയ്യാനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ട് എന്തുകൊണ്ട് കേരള സർക്കാർ? ഡീകമ്മീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ഇതിനെ ബാധിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട്. ഡീകമ്മീഷൻ കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഡാം പൊളിച്ച് കളയേണ്ടി വരും, അപ്പം വെള്ളം അവർക്ക് കിട്ടാതെ വരും. നമ്മുടെ തേക്കടി തടാകം ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തേക്കടിയിൽ ബോട്ടിങ്ങിന് വരുന്ന ആൾക്കാരെല്ലാം ഈ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളത്തിൽ കൂടെ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അപ്പം നമ്മുടെ വരുമാനത്തെ ബാധിക്കുന്നതാണെന്ന് സർക്കാരിനറിയാം. അതുകൊണ്ട് അവരതിലേക്ക് പോവില്ല. ഞങ്ങളുടെ അഭിപ്രായം അവരത് ചെയ്തോട്ടെ. ഇത് നമ്മുടെ ഈ തമിഴ്നാടുമായിട്ടൊന്ന് ഞങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം തരാം എന്ന് നമ്മുടെ സർക്കാർ പറഞ്ഞാൽ മതി. നമ്മൾ വെള്ളം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വെള്ളം ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നതിന് നമ്മൾ മേടിക്കേണ്ട പൊക്കോട്ടെ, അത്രയും വെള്ളം നമുക്ക് വേണ്ട. ആ വെള്ളം പുതിയൊരു ഡാം തമിഴ്നാട് ഇപ്പം ഇടുക്കി ജില്ല തമിഴ്നാടിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പുഷ്പം പോലെ ഡാം കിട്ടി അവർ ചെയ്തിട്ടു. നമ്മുടെ സർക്കാർ ആയതുകൊണ്ട് ചെയ്യുന്നില്ല. അത് ഞാൻ ഒരു സർക്കാരിനെ മാത്രമല്ല പറഞ്ഞത്, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നില്ല. ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്ത ആളാണ്. എറണാകുളത്ത് എൻ്റെ ഒരു സുഹൃത്ത് ആലുവയിലുണ്ടായിരുന്നു. അപ്പോൾ ആലുവയിൽ ഞാൻ ഇതുപോലെ മുല്ലപ്പെരിയാറിന് തീരെയാണ് താമസിക്കുന്നത് പറഞ്ഞപ്പോൾ അപ്പോൾ ആൾ എൻ്റെ അടുത്ത് തമാശയ്ക്ക് പറയാം, ഡാം പൊട്ടിയാൽ ഇതേ ഇവിടെ ഈ തോട്ടിക്കൂടെ പോകാനുള്ള വെള്ളമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ ഞാൻ 2018 പ്രളയത്തിന് ശേഷം ഞാൻ കണ്ടു. പ്രളയത്തിന് ആളിരുന്ന ഒരു കടയുള്ള ഒരാളാണ്. കടയുടെ 2ാം നില ഷട്ടറിൻ്റെ മേളിൽ വെള്ളമായിരുന്നു. അതായത് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടർ തുറന്ന് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 6 അടി ഹൈറ്റിൽ വെള്ളം വന്നിട്ടുള്ളൂ. ഇവിടെ 6 അടി പൊങ്ങിയപ്പോൾ അവിടെ 2 നില ഹൈറ്റിൻ്റെ മേളിൽ വെള്ളമായി. ഇടുക്കി ഡാമിലും കൂടെ വെള്ളം ചെന്നപ്പോൾ. അപ്പോൾ നമ്മൾ ഇത് പറയുന്നത് മാക്സിമം ഈ ഡാം ഒന്നെങ്കിൽ പുതിയ ഡാം ഒരെണ്ണം കിട്ടാനുള്ളൊരു പരിപാടി മാത്രം ചെയ്താൽ മതി. വേറെ കേരള സർക്കാരിന് നഷ്ടമില്ല. പക്ഷേ ഇപ്പോൾ ഈ വയനാടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വയനാട്ടിലെ ഒരു ജസ്റ്റ് ഞാൻ പറയും ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലുള്ളൊരു സ്ഥലം ഇങ്ങ് പോകുന്നു വെച്ചു. മാക്സിമം നമ്മൾ കൂട്ടുക, അത്രയൊന്നും ഇല്ല. അത്രയും പോകുന്നു. അതിൻ്റെ അകത്ത് വെള്ളം തിങ്ങിയപ്പോൾ ഇങ്ങ് പോകുന്നു. അത് വന്ന് ആ ചാലിക്കൂടെ ഒഴുകി ആ ഏരിയയിലുള്ള വീട് മൊത്തം പോയി. ഇത് പക്ഷേ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്താൽ തേക്കടി നിങ്ങൾ ബോട്ടിങ്ങിന് യാത്ര ചെയ്താൽ തന്നെ ഒരു 2 മണിക്കൂർ എടുത്ത് വേണം മുല്ലപ്പെരിയാർ ഡാം വരെ തേക്കടി ബോട്ട് ലാൻഡിങ്ങിന് അടുത്ത് വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു 2 ഇരട്ടിയോളം വെള്ളം നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യാത്ത സ്ഥലം ഉൾക്കാട്ടിലോട്ട് വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം നമ്മൾ അവിടെ നിന്ന് ഈ ഡാം പൊട്ടിയാൽ ഇറങ്ങിപ്പോകേണ്ട എത്ര ദിവസം എടുക്കും എന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം അത്തരം വെള്ളം ഇറങ്ങിപ്പോകുന്നതും ഇപ്പോൾ ഈ ഒഴുകുന്നതും ഈ ഒരു ഒഴുക്കിനെ നമ്മൾ അവിടുത്തെ ശക്തിയായ വെള്ളം വരുമ്പോൾ എത്രത്തോളം ഹൈറ്റ് വരും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. ഒരു പക്ഷേ 2018 ചെറുതായ ഒരു ഷട്ടർ പൊക്കിയപ്പോൾ തന്നെ എത്ര പിന്നെ അതായത് ഇവിടുന്ന് വണ്ടിപ്പെരിയാർ വരെ ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്. വള്ളക്കട് തൊട്ട് വണ്ടിപ്പെരിയാർ വരെ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ മുകളിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്നത്. ഇത്രയും ഭാഗത്തെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു 10-15 വീടുകൾക്കുള്ളിലെ വെള്ളം കയറിയിട്ടുള്ളൂ. വണ്ടിപ്പെരിയാറിന് താഴേക്ക് പോകുമ്പോൾ 2 സൈഡിലും റോഡ് ആളുകൾ കയ്യേറ്റവും കാര്യങ്ങളും കാരണം 6 സാധാരണഗതിയിൽ ഒഴുകുന്നു. 6ൻ്റെ വീതി കുറഞ്ഞു പോന്നേക്കാം. അപ്പം 6 ഒഴുകും തോറും ചാലുകളെല്ലാം കൂടി വെള്ളം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോൾ ഇവിടെ 6 അടി വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ 2 നില ഹൈറ്റിൽ വെള്ളമായിരുന്നു. വണ്ടിപ്പെരിയാറിന് താഴെ ചെന്നത് 2 നില ഹൈറ്റിൽ മേളിൽ ഇടുങ്ങുകയും ചെയ്തു. വീടുകളിൽ വെള്ളം കയറി. അതുപോലെ നാശനഷ്ടങ്ങളാണ് അന്ന് ഉണ്ടായി പോയത്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾക്ക് വണ്ടിപ്പെരിയാറുമായിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ മേളിൽ ഒരാൾ പൊക്കത്തിന് മേളിൽ വെള്ളം ഉണ്ടായിരുന്നു. നമുക്ക് പാസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ചുറ്റി അങ്ങ് കറങ്ങി വേണം പോവാം. പക്ഷേ 20 കിലോ അതും റോഡും നല്ല റോഡൊന്നും അല്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്കൊരു വലിയ വണ്ടി പോലും എത്തിക്കാം. ഒരു ആംബുലൻസ് കടന്നു പോകാൻ പറ്റത്തില്ല. ബൈക്കും ജീപ്പൊക്കെ അത്യാവശ്യം കടന്നു പോകാൻ ഒരു ഓഫ് റോഡായിട്ടുള്ള വഴികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റുള്ളൂ. ഈ നഗരം ഇത് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ നാടും ഫുള്ളോ ഈ ചൂരൽമലയോ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ അതിൻ്റെ സംസാരിക്കുന്ന റസൽ ജോയി എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ മാത്രമാണ് ഇപ്പോഴും ഇത് പ്രശ്നമാണെന്ന് ഞാൻ പലപ്പോഴും അദ്ദേഹം അത്രയും പഠിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ തീവ്രത അറിയാവുന്നതാണ്. അദ്ദേഹം കുന്നത്ത് നാടുകാരനാണ്. എറണാകുളം ജില്ല കുന്നത്ത് നാടും പെരിയാറുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം ഇതിൻ്റെ പുറകെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം.
അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ടിപരമായിട്ട് ഞാൻ ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്യാനോ ഇത് തള്ളി പറയാനോ ഇല്ല. പക്ഷെ അദ്ദേഹം ഒറ്റയാൾ പോരാട്ടമായിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്. പലപ്പോഴും ഇവിടെ വന്ന് വീട്ടിൽ വരെ വന്ന് ഞങ്ങൾ ഇതിനുള്ള സമരമുണ്ട്, ഞങ്ങൾ നോട്ടീസ് ഉണ്ട്, ഈ കഴിഞ്ഞിടയ്ക്ക് വന്നപ്പോൾ തന്നിട്ടാണ് പോയത്. പലരും ഇവിടെ മാക്സിമം പങ്കെടുക്കാവുന്ന എല്ലാവരും പങ്കെടുത്തു. പിന്നെ ഇപ്പോൾ മാക്സിമം പങ്കെടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടുപേർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ പാർട്ടിവൽക്കരിക്കുക, രാഷ്ട്രീയവൽക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പലർക്കും താല്പര്യമില്ല. കാരണം നമ്മൾ ഇറങ്ങുന്ന വെറുതെ ആവുക. അന്നത്തെ കാലത്ത് പല വീട്ടിലും കഞ്ഞിയോ ഇതോ മേടിക്കാൻ മേലാത്ത സാഹചര്യമായിരുന്നു. ഇവിടുന്ന് മെനക്കെട്ട് പോവുക, മഴ നനഞ്ഞ് നടക്കാവുക, എന്തൊക്കെ രാത്രിയും പകലും സമരമായിരുന്നു. ആരാ എന്നിട്ട് എന്തെങ്കിലും നടന്നു? കേച്ചപ്പാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വർഷങ്ങൾ. അപ്പം നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഇത് ചെയ്യുമല്ല. പക്ഷേ അവർ അത്രയും നാൾ മെനക്കെട്ടിട്ടും ഇതുവരെയും ഒരാൾക്കൊന്നും കണ്ണു തുറന്ന് നോക്കാനുള്ള പറ്റിയിട്ടില്ല. അതാണ് ഇവിടെ സത്യാവസ്ഥ. തന്നെയാണ്. പെരിയാർ ശാന്തമാണെങ്കിലും ഡാം പൊട്ടിയാൽ ഈ പ്രദേശം തന്നെ ഭൂപ്രദേശം തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ സമരത്തിന് പോകാത്തതിൻ്റെ കാര്യം വെച്ചാൽ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഈ തീരപ്രദേശത്തുള്ള ഒരു നിശ്ചിത സമയം കൊണ്ട് മുഴുവൻ പോകും. നമുക്കിത് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ ജീവിച്ചിരിക്കേണ്ട കേസ് കിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒരു ചത്തുപോയി നമ്മുടെ കയ്യോ കാലം ഒടിഞ്ഞു നമ്മുടെ കുടുംബക്കാരും അങ്ങനെയല്ല, മൊത്തത്തോടെ അങ്ങ് പോകത്തുള്ളൂ. അതുകൊണ്ട് ഈ ഏരിയ കാണത്തില്ല. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഒരു പക്ഷേ അന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അതാണ് അതിൻ്റെ സത്യാവസ്ഥ.